ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും ആയുരാരോഗ്യവും ഈ ലോക നന്മകളും ആത്മീയമായ അറിവും ഉണ്ടാകണം. ഈശ്വരിൽ ചേർന്ന് ഒരു യോഗിനിയോ യോഗിയോ ആയിത്തീരാൻ എല്ലാവർക്കും ഈശ്വരൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കല്ലാതെ ഒന്നും പറ്റത്തില്ല മക്കളെ. അറിഞ്ഞു വരുമ്പോഴാണ് നമ്മൾ ഈ ലോകത്ത് നമ്മൾ എന്താ ഒന്നും അറിയാതെ കിടക്കുന്നതുകൊണ്ടാണ് ഒന്നും നമുക്ക് മനസ്സിലാകാത്ത. ആരും പറഞ്ഞു തരാനില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ എത്രമാത്രമാണ് ഈ മരിച്ചു ചെല്ലുമ്പോഴുള്ള അവസ്ഥകളും വിഷമങ്ങളൊക്കെ ഓർത്താൽ നമുക്ക് ഈശ്വരനെ അറിയാതിരുന്നാലുള്ള അവസ്ഥ മനസ്സിലായി കഴിയുമ്പോഴാണ് അതിനെപ്പറ്റി അറിയുന്നത്. നേരത്തെ ചെയ്യാൻ ഒത്തില്ലല്ലോ എന്നും എനിക്ക് ഓരോ ജന്മങ്ങൾ പാഴിപ്പോകുന്നു. ഈ ജന്മം നമുക്ക് ഒന്നും അറിയാതെ ഈ മൃഗങ്ങളെ പോലെ തിന്നും കുടിച്ചും അങ്ങ് പോകുന്നു. ഒന്നും അറിയുന്നില്ല. ഈശ്വരനെ ആരാധിക്കുന്നത് എങ്ങനെയാണെന്നും എനിക്കും അറിഞ്ഞുകൂടാ. എന്നാലും അല്പമൊക്കെ ഈശ്വരനെ ഉള്ളഴിഞ്ഞ് ആരാധിച്ച് ഭഗവാനുള്ള ഭക്തി വർദ്ധിക്കണ്ടേ? അപ്പോഴല്ലേ അടുത്തൊരു ജന്മമെങ്കിലും മനുഷ്യനായിട്ട് ജനിക്കണ്ടേ? ഈ മനുഷ്യ രൂപമെങ്കിലും എടുക്കണ്ടേ? ഒരു ഈ ജന്മം ഒരു മനുഷ്യനായാലല്ലേ നമുക്ക് പറ്റൂ. എത്ര ജന്മം ജനിച്ചാലും മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് എല്ലാം അറിവ് വേണം. അല്ലാതെ നമുക്ക് രൂപം മാത്രം പോരാ. അത് അറിഞ്ഞു വന്നെങ്കിൽ മാത്രമേ നല്ലൊരു ജനനം കിട്ടത്തുള്ളൂ. മനുഷ്യനായിട്ട് വന്നാലും അറിഞ്ഞ് പരമാത്മാവിൽ ലയിക്കാനുള്ളൊരു മോക്ഷത്തിലേക്ക് കടക്കണ്ടേ? അതിനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഭഗവത്ഗീത നമുക്ക് അറിയാമണ്ണം കുറച്ച് വായിച്ച് മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് ബ്രഹ്മത്തെ ആത്മത്വേന അറിയുന്നുവോ? നമ്മൾ പരമാത്മാവാണ്, ഈശ്വരൻ ബ്രഹ്മമാണ്, പരബ്രഹ്മമാണ്. ആ പരബ്രഹ്മത്തെ ആത്മത്വേന നമ്മുടെ ഉള്ളിൽ നമ്മൾ എങ്ങനെ അത് അറിയേണ്ടതെന്നൊക്കെ അറിയുന്നുവോ? അങ്ങനെ അറിയുന്നതാണ് അവരാണ് സാഖ്യന്മാർ, അല്ലെങ്കിൽ എന്താ ബ്രഹ്മജ്ഞാനികൾ. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതാണ്. അത് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബ്രഹ്മജ്ഞാനി ആവണമെങ്കിൽ നമ്മൾ ഉള്ളത്തിൽ ആത്മത്തെ നമ്മൾ അറിയണം, ബ്രഹ്മത്തെ. അങ്ങനെ അത് നമ്മൾ തന്നെ ആണെന്ന് അറിയുന്ന വെച്ചാൽ എന്താണ്? നമ്മളത് തീർന്നു വരുന്നതാണ് അറിയുന്നത്. ആ ഒരു അനുഭൂതി, ആ അനുഭവം നമ്മൾ അനുഭവിക്കുമ്പോഴാണ് അത് നമ്മൾ അങ്ങനെ തീരുക. അതിനു മുമ്പ് നമ്മൾ വെറുതെ പറയാനേ പറ്റൂ എല്ലാവരിലും ഈശ്വരനുണ്ട്. അതൊരു വെറുതെ നമുക്ക് ഈ പഞ്ചസാരയ്ക്കോ ശർക്കരയ്ക്കോ മധുരം ഒന്ന് പഠിച്ച് അത് പറഞ്ഞ് എല്ലാവർക്കും അങ്ങ് അറിയാം. പക്ഷെ എന്നാൽ അത് കഴിച്ച് നോക്കിയവർക്ക് യഥാർത്ഥത്തിൽ അറിയാം. അതുപോലെ നമ്മളിത് ആ ബ്രഹ്മജ്ഞാനി, ആ സാഖ്യന്മാരെന്ന് പറയുന്നത് ആ പരമാത്മാവിനെ ആത്മത്വേന ആരാണ് അറിയുന്നതെന്നാണ്. അത് അറിയുന്നത് ആരാണ്? അവരാണ് ബ്രഹ്മജ്ഞാനികൾ. അപ്പോൾ ജ്ഞാനികൾക്ക്, അതായത് മനഃശുദ്ധി വന്ന് ജ്ഞാനഭൂമിയെ ആരോഹണം ചെയ്തവർക്ക് ജ്ഞാനയോഗേന യാതൊന്നുകൊണ്ട് ബ്രഹ്മത്തോട് ഏകീകരിക്കപ്പെടുന്നുവോ അത് യോഗം. അപ്പോൾ നമ്മളൊക്കെ ബ്രഹ്മവിത്തുകളാണ്, കുട്ടികളാണ്. നമ്മളൊക്കെ പരബ്രഹ്മത്തിൻ്റെ വിത്തുകളാണ്. നമ്മൾ ആ ബ്രഹ്മത്തെ, ആ പിതാവായ ബ്രഹ്മത്തെ കുട്ടികൾ നമ്മൾ വളർന്ന് അത് ആ ലെവലിൽ ആ പിതാവിനോട്ട് ചേർന്ന് ലയിക്കണം. അതുവരെ നമ്മൾ വിത്തുകളാണ്. അതാണ് ബ്രഹ്മവിത്തുകൾ എന്ന് പറയുന്നത്. അപ്പം ജ്ഞാനയോഗേന യാതൊന്നുകൊണ്ട് ബ്രഹ്മവിത്ത്, അത് നമ്മളൊക്കെ അറിവില്ലായ്മ, അത് നമ്മൾ പതുക്കെ ആ ബ്രഹ്മവിത്ത് ബ്രഹ്മത്തോട്, ആ പിതാവിനോട് ഏകീകരിക്കപ്പെടുന്നുവോ അതാണ് യോഗം. അപ്പം നമ്മൾ എന്ത് വേണം? നമ്മുടെ പിതാവിനോട് നമുക്ക് ചേരണ്ടേ? നമ്മൾ മക്കളായി ഇങ്ങനെ കിടന്നാൽ മതിയോ? എന്നും 90 വയസ്സായാലും നമ്മൾ കുഞ്ഞുങ്ങൾ ആ ബ്രഹ്മത്തിൻ്റെ, നമ്മളെല്ലാവരും ബ്രഹ്മത്തിൻ്റെ വിത്തുകളാണ്. മൃഗങ്ങളും പക്ഷികളും മനുഷ്യരെല്ലാം വിത്തുകളാണ്. പക്ഷെ മനുഷ്യർക്ക് മാത്രമേ ബ്രഹ്മത്തോട് ലയിക്കാൻ പറ്റൂ. ഈ പക്ഷികൾക്കൊന്നും നടക്കുകയില്ല. അപ്പം നമുക്ക് മനുഷ്യർക്ക് മാത്രമേ ഇങ്ങനെ ആ പിതാവിലോട്ട്, എല്ലാം പിതാവിൻ്റെ വിത്തുകൾ തന്നെയാണ്. പക്ഷിയും മൃഗവും ഒക്കെ വിത്തുകളാണ്, ഭഗവാന്റെ മക്കളാണ്. പക്ഷെ മനുഷ്യരായിട്ട് വന്നവർക്ക് മാത്രമേ ഇത് അറിവുള്ളൂ. ഇങ്ങനെ എടുക്കാനുള്ളൊരു ബുദ്ധിയും ജ്ഞാനവും ഒക്കെ നമുക്കേ ഉള്ളു. അതുകൊണ്ട് നമ്മൾ എന്നും വിത്തായി കിടക്കാതെ ആ ബ്രഹ്മത്തിൽ ചേരുക, ആ പിതാവിൽ ചേരുക, അതാണ് യോഗം. അപ്പോൾ ജ്ഞാനയോഗേനെ അത് നടക്കൂ. അറിവുണ്ടായേ നടക്കത്തുള്ളൂ. അത് അറിവെന്ന് പറയുന്നത് ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി അത് പ്രവൃത്തിയിലാക്കുക. അതാണ് അറിവ്. നമുക്ക് അറിവ് പറഞ്ഞുണ്ടാക്കി എടുത്താൽ പോരാ, അത് പ്രവൃത്തി തന്നെ കൊണ്ടുവന്ന് അറിയണം. ആ അറിവ് നമ്മൾ എപ്പോൾ നേടുന്നു? ജ്ഞാനയോഗേന.
ഈ പറയുന്നൊക്കെ തന്നെയാ. ഇതൊക്കെ ഈ പുസ്തകത്തിലുള്ളത് തന്നെ, ഗ്രന്ഥത്തിലുള്ളത് തന്നെ നമ്മളങ്ങനെ തീരണം. അല്ല വായിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. നമ്മളങ്ങനെ ഉൾക്കൊണ്ടിട്ട് അത് മനസ്സിലാക്കി നമ്മുടെ പ്രവൃത്തി അങ്ങനെ ആയി വന്നാൽ മാത്രമേ നടക്കൂ. അതുകൊണ്ട് ജ്ഞാനയോഗന യാതൊന്നുകൊണ്ട് ബ്രഹ്മവിത്ത് ബ്രഹ്മത്തോട് ഏകീകരിക്കപ്പെടുന്നുവോ, ആ നമ്മളാകുന്ന വിത്ത് ആ ബ്രഹ്മത്തിൽ പരമാത്മാവിൽ ഏകീകരിക്കുന്ന ഒന്നായിത്തീരുന്നുവോ, അപ്പോഴാണ് നമുക്ക് യോഗം. അതാണ് യോഗീശ്വരൻ എന്നൊക്കെ നമ്മൾ പറയാം. ഒരു സ്ത്രീയാണെങ്കിൽ യോഗിനി, അത് ചേർച്ച, പിതാവിനോട് ചേരുക. ജ്ഞാനം തന്നെ യോഗമായത് ജ്ഞാനയോഗം. ഈ കാണുന്ന സകലവും ഞാനും ബ്രഹ്മം തന്നെയാണ് എന്നിങ്ങനെ ബ്രഹ്മാകാരവൃത്തിയ നിശ്ചലമായിട്ടുള്ള സ്ഥിതി ജ്ഞാന പരിഭാഗത്തിന് വേണ്ടി ചെയ്യപ്പെടുന്ന ധ്യാനാദി യോഗം കൊണ്ട്. അപ്പം നമ്മൾ ജ്ഞാന പരിഭാഗം വരണം. അറിവുകൊണ്ട് നമ്മൾ പാകം ഒരു കറി വെച്ചാൽ ആ കറി പാകം വരുമ്പോഴാണ് അതിനകത്ത് യഥാർത്ഥമായ കറിയാകുന്നത്. അതുവരെ അത് വിത്തായി ഇങ്ങനെ കിടക്കും. അത് യഥാർത്ഥമായ ഒരു കറി ആവുമ്പോൾ അത് പാകപ്പെടുത്തി അതിൻ്റെ ചേരുവയെല്ലാം തന്ന് അത് പാകമാകുമ്പോൾ അത് യഥാർത്ഥ ഒരു കറിയാവുന്നത്. അതുപോലെ നമ്മളിപ്പോൾ വിത്തുകളാണ് ഇതിനെ പഠിച്ച് ഇതൊക്കെ പ്രവൃത്തി കൂടെ കൊണ്ടുവന്ന് അത് പാകപ്പെട്ട് അത് നന്നായിട്ട് ശരിയാ. ഞാൻ കഴിഞ്ഞ പറഞ്ഞ പായസം വെക്കുന്നത് ഇവരത് ഓർത്തത്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ പാകം വരുമ്പോഴേ നമുക്ക് ആ ബ്രഹ്മത്തോട് ലയിക്കാൻ പറ്റൂ. അതുകൊണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ജ്ഞാന പരിഭാഗത്തിന് വേണ്ടി ചെയ്യപ്പെടുന്ന ധ്യാനാദി യോഗം കൊണ്ടും. അപ്പം നമുക്ക് പരിഭാഗം കിട്ടണമെങ്കിൽ ധ്യാനം വേണം, പരമാത്മ ചേരാൻ യോഗം. അതുകൊണ്ടും കർമ്മം ചെയ്ത് നല്ല നല്ല കർമ്മങ്ങളും ചെയ്ത് ചിത്തശുദ്ധി വരണം. കർമ്മത്തിന് എന്താ ചിത്തശുദ്ധി? ഇപ്പോൾ ഒരു കർമ്മം, ഇപ്പം ഹൃദയം, നമ്മുടെ ഉള്ളും എല്ലാം നമ്മുടെ ഹൃദയശുദ്ധി എന്ന് പറയുന്നത്. ഒരു കർമ്മവും ചെയ്യുമ്പോൾ നല്ല എന്താ പറയുക, സത്യസന്ധമായ ഉള്ള കർമ്മങ്ങൾ ചെയ്യണം. അല്ലാതെ കാപട്യം കൊണ്ട് ചെയ്യരുത്. ഒരു കർമ്മം ചെയ്താൽ അത് ഈശ്വരാർപ്പണമായി ചെയ്താലും അതല്ല സത്യസന്ധമായ ഒരു കർമ്മമായിരിക്കണം. നമ്മൾ ഏത് പ്രവൃത്തി, അത് ഭക്തൻ്റെ കാര്യം ഈ പറയുന്നത്. ഇപ്പോൾ കപടം എന്ന് പറയുന്നത്, ഒരു കച്ചവടം ചെയ്ത ഒരാൾക്ക് സന്യാസിയാവാൻ വലിയ പാടാണ്. കാരണം കപടം എന്ന് പറയുന്നത്, കച്ചവടം എന്ന് ചെയ്താൽ അതിനകത്ത് ലാഭം കൊയ്യാൻ വേണ്ടി തന്നെ അത് ന്യായമായ രീതിയിലുള്ള ലാഭത്തിന് വിഷമിക്കണ്ട. അത് നമ്മുടെ തൊഴിലാണ്. ഒരു കൃത്യനിഷ്ഠയായിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ 10 രൂപയ്ക്ക് ഒരു സാധനം നമുക്ക് വിറ്റാൽ 1 രൂപയോ 5 രൂപയാണ് അതിൻ്റെ ലാഭം. നമുക്ക് ഒരു നിരക്കുണ്ട്, ഒരു നിരക്ക് വെച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് അത് നമുക്ക് അതെടുക്കാം. പക്ഷെ ചിലർ ഒത്തിരി കിട്ടാൻ ശ്രമിക്കുന്നവരുണ്ട്, കാപട്യം ചെയ്യും, തൂക്കത്തിൽ കാപട്യം ചെയ്യും. വളരെ ഇപ്പം നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് കുറേ പന്ന എന്തെങ്കിലുമൊക്കെ ചേർത്ത്, അതൊക്കെ കാപട്യമല്ലേ? അതുപോലെ ഓരോ കൃഷിക്കാരെന്തൊക്കെയാണ് ചെയ്യുന്ന മനുഷ്യർക്ക് തിന്നാൻ കൊള്ളാത്ത രീതി, അതൊക്കെ നല്ല കർമ്മങ്ങളാണെന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ ചെയ്തില്ലെങ്കിൽ അവർക്ക് ലാഭമില്ല, എല്ലാം നശിച്ചു പോകും. എന്നുവെച്ചൊക്കെ പുഴുക്കൾ കയറി നശിച്ചു പോകുന്നു. അതുകൊണ്ട് അവരത് ചെയ്യുന്നു. പക്ഷേ അവർക്കൊന്നും ആത്മീയമായ വളർച്ച കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. കാരണം വെച്ചാൽ അവർ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈശ്വരന് ഇഷ്ടപ്പെടാത്തതാണ്. കച്ചവടം ചെയ്യുന്നവർക്ക് ഈശ്വരൻ ഇഷ്ടപ്പെടാം. നല്ല ശുദ്ധമായ കച്ചവടം ചെയ്തവരുണ്ട്, ന്യായമായ വിലയ്ക്കും. അതിന് എത്രമാത്രം കാരണം കടവാടക കൊടുക്കണം, ഒരു മനുഷ്യൻ്റെ ആഹാരങ്ങൾ വേണം, പിന്നെ വീട്ടിൽ കുട്ടികൾക്ക് വളരെ എല്ലാം ഒരു തൊഴിലുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ലാഭങ്ങൾ എടുക്കേണ്ടെന്നല്ല ഇതിനകത്ത് അർത്ഥം. പക്ഷേ അല്ലാത്ത രീതിയിൽ കളങ്കം ചെയ്താൽ, ഇതുപോലെ മായം ചേർത്താൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ റേഷനരിയൊക്കെ കൊണ്ടുവന്ന് നുള്ളിപ്പറക്കിയൊക്കെ വൃത്തിയാക്കിയിട്ട് വിലയേരിയായിട്ട് കൊടുക്കുന്നവരും ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്ന മായങ്ങളല്ലേ. അത് എല്ലാത്തിലും ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ലോകത്ത് ചെയ്യുന്ന എല്ലാം തെറ്റുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് 1,000,000 1 2 ഒക്കെ ഭക്തന്മാർ കാണുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇങ്ങനെയെല്ലാം ധ്യാനാദി യോഗം കൊണ്ടും ജ്ഞാന പരിഭാഗത്തിന് വേണ്ടത് ആണ്. ജ്ഞാന പരിഭാഗത്തിന് അത് വേണമെങ്കിൽ നമ്മളതൊക്കെ ചെയ്തേ പറ്റൂ. നമ്മൾ ജ്ഞാനം കൊണ്ട് നമുക്ക് പരമാത്മയിൽ വിത്ത് മാറി ബ്രഹ്മത്തിൽ ചേർന്ന് ആ പിതാവോട് വന്ന് ചേരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പരിഭാഗം വരണം. ജ്ഞാനം കൊണ്ട് ഇതൊക്കെ നന്മകൾ മാത്രമേ നേരായി വരുന്നതൊക്കെ. ഇപ്പോൾ ഒരു കച്ചവടം ചെയ്യുമ്പോൾ ഇത്ര രൂപ ലാഭമുള്ളത് കണക്കാണെങ്കിൽ അത് കണക്കെടുക്കാം. അതിനകത്തപ്പുറത്ത് ചെയ്തുകൂടാ. ഇപ്പോൾ ഒരു 5 രൂപയുടെ ലാഭത്തിലാണ് 1 കിലോ പഞ്ചസാര വിറ്റാൽ നമുക്ക് 5 രൂപയാണ് പറഞ്ഞേക്കുന്നത് കൂട്ടിക്കോ. ചിലർ 10 അങ്ങ് എടുത്താൽ എന്ത് ചെയ്യും? ഈ 10 എടുക്കുന്നത് എങ്ങനെയാണ്? തൂക്കത്തിലൊക്കെ വെട്ടി കുറച്ച് കളയാം. അങ്ങനെ കണക്കേ പറ്റത്തുള്ളൂ. അല്ലാതെ എല്ലാവർക്കും അറിയാമല്ലോ ഇത്ര രൂപയാണെന്ന്. 1 കിലോ പഞ്ചസാരയ്ക്ക് അതിൽ കാപട്യങ്ങൾ ചേർക്കും.
ഒന്നീ ഒരു 50 ഗ്രാം കുറയ്ക്കും. ഇങ്ങനെയൊക്കെ വരുമ്പം കളങ്കമല്ലേ? എങ്ങനെയൊക്കെ നോക്കിയാലും കുറേ കളങ്കങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് പരിപാകം വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ശുദ്ധമായിരിക്കണം, നിഷ്പക്ഷമായിരിക്കണം, ഒരു കളങ്കവും പാടില്ല. വേണ്ടുന്നതൊക്കെ നമുക്ക് അതിനൊരു കണക്കുണ്ട്, ആ കണക്കിനപ്പുറമായി പോകൂടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ധ്യാനാദി യോഗം കൊണ്ടും കർമ്മം ചെയ്ത് അതിനാൽ ചിത്തശുദ്ധി വരണം. കർമ്മം ചെയ്യുമ്പോൾ ചിത്തശുദ്ധി എങ്ങനെ ഉണ്ടാവും? ഞാൻ ഈ പറഞ്ഞ രീതിയിലേ ഉണ്ടാവുള്ളൂ. കാപട്യമില്ലാത്ത എന്തും ചെയ്യണം. അതാണ് കർമ്മം ചെയ്യുമ്പോൾ ശുദ്ധിയാന്ന് പറയുന്നത്. കർമ്മം കൊണ്ട് നമുക്ക് ശുദ്ധികേട് വന്നാൽ നമുക്ക് എങ്ങനെ ഈശ്വരനെ പ്രാപിക്കാൻ പറ്റും? ഈ വിത്തായി ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ മൃഗങ്ങളെ പോലെ വിത്തായി കിടക്കാനേ പറ്റൂ. ഒരിക്കലും വിത്ത് ബ്രഹ്മത്തോട് ചേരത്തില്ല. ചേരാൻ ഉള്ള മൊത്തവും എന്താ? അശുദ്ധിയല്ലേ, കാപട്യങ്ങളല്ലേ. ഓരോ ജോലിക്കും കൊണ്ടിങ്ങനെ. അതുകൊണ്ടാണ് നേരായ വഴി എന്തും ചെയ്യാം, നേരെ വരുന്നത് അനുഭവിക്കുകയും ചെയ്യാം. അത്യാഗ്രഹം എടുക്കാതിരുന്നാൽ മതി. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾക്കും കൃത്യനിഷ്ഠയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ഈ വിത്തായി കിടക്കാൻ നമുക്ക് പിതാവിൻ്റെ ആകുന്ന ബ്രഹ്മത്തിലോട്ട് ചേരാൻ പറ്റൂ. അതിനാണ് പറയുന്നത്, ജ്ഞാന പരിഭാഗത്തിന് വേണ്ടി ചെയ്യപ്പെടുന്ന ധ്യാനാദി യോഗം കൊണ്ടും കർമ്മം ചെയ്ത് അതിനാൽ ചിത്തശുദ്ധി വന്ന് പിന്നെ സാഖ്യത്തിൽ പ്രവേശിപ്പാൻ ഇച്ഛിക്കുന്നവരായ കർമ്മയോഗികൾക്ക് നിഷ്കാമകർമ്മം യാതൊന്നുകൊണ്ടാണ് അഭ്യുദയം പ്രാപിക്കപ്പെടുന്നത്, അത് യോഗം. അപ്പം ഇങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് യോഗം കിട്ടൂ. കർമ്മം ചെയ്യുന്നതിനും എല്ലാത്തിനും ഉണ്ട്. എല്ലാം കറക്റ്റായി വന്നാൽ മാത്രമേ നമുക്കൊരു യോഗം പരമാത്മാവിൽ ചേരുകയാണ് യോഗം എന്ന് പറയുന്നത്. അത് ബ്രഹ്മത്തിൽ ലയിക്കുക, ബ്രഹ്മത്തിൽ ചേരുക. മനഃശുദ്ധി ഉണ്ടെങ്കിലേ ചേരാനും പറ്റൂ. മനഃശുദ്ധി ഇല്ലാണ്ട് എത്ര മാത്രം തപസ്സിരുന്നാലും ലയം കിട്ടത്തില്ല. ലയം കിട്ടണമെങ്കിൽ നമ്മുടെ ഹൃദയം വെടുപ്പായിരിക്കണം. കാപട്യം ഇന്ന് പശുകൃഷി ചെയ്ത് പാലിനൊക്കെ ഭയങ്കര വിലയാണ് താനും. അതിൽ കുറേ വെള്ളങ്ങളും മറ്റെന്തെങ്കിലും ചെയ്ത് വെച്ച് എല്ലാവരും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അങ്ങനെ ചെയ്താൽ അത് ചിത്തശുദ്ധി ഉണ്ടാവുമോ? ആ കർമ്മം തെറ്റല്ലേ? എല്ലാത്തിനും ഒരു നിയമമില്ലേ? അതേപ്പറ്റി ഒന്നും കാപട്യം കാണിച്ചുകൂടാ. അതുകൊണ്ടാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ കർമ്മങ്ങളെല്ലാം വഴിപഴച്ചു പോയാൽ എന്ത് വരും? ഇവിടെ യോഗമാവാൻ പറ്റത്തില്ല. ഈ ജ്ഞാനയോഗം പരിഭാഗപ്പെടണം. നമ്മളൊരു കറി വെച്ചാൽ അത് കറക്റ്റായി അതിനകത്ത് എല്ലാം പിടിപ്പത് വന്നു വരണേ അതിനെല്ലാം ശ്രദ്ധാപൂർവം ചെയ്യണം. ഉപ്പിന് പരുവമായിരിക്കണം, എരി അതിന് പരുവമായിരിക്കണം, പുളി അതിന് പരുവമായിരിക്കണം. ഇങ്ങനെ ഓരോന്നും അതിന് കാര്യകാരണങ്ങളെല്ലാം ശരിക്കുക. എന്നാലും അതൊരു യഥാർത്ഥമായ രുചികരമായ ഒരു കറിയാവും. അതുപോലെ നമ്മളൊരു യഥാർത്ഥ ബ്രഹ്മത്തിൽ ചേരണമെങ്കിൽ കർമ്മങ്ങളും അറിവും എല്ലാം ഒന്നായിട്ട്, ജ്ഞാനവും ഭക്തി എല്ലാം കറക്റ്റായി വന്നെങ്കിൽ മാത്രമേ അല്പസ്വല്പം പോലും എങ്ങും ഒരു കളങ്കം വന്നാൽ അത് നമുക്ക് ഉള്ളിലറിയാം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അയ്യോ എനിക്ക് ഇന്നതല്ല, ഞാൻ ഇന്ന കർമ്മങ്ങൾ ചെയ്ത് അത് തെറ്റാന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്. പിന്നെ എങ്ങനെ ആ ഹൃദയത്തിൽ ഇങ്ങനെ കുത്തും. തെറ്റ് നമ്മളെ ഉള്ളിലുണ്ടെങ്കിൽ അത് കുത്തിയിരിക്കും. നമ്മളെങ്ങനെ പരമാവധി ലയിക്കാൻ പറ്റും? മനസ്സ് മൊത്തവും ചെയ്ത കർമ്മത്തിൻ്റെ ദോഷത്തിലേക്കാണ് ചിന്ത പോണത്. അപ്പോൾ നമുക്ക് ലയിക്കാൻ പറ്റുമോ? ഹൃദയം വെടുപ്പാണെങ്കിലോ സന്തോഷമായിട്ടൊന്ന് ആനന്ദിക്കാം. അവിടെ ഒരു കളങ്കവും ഇല്ല. അവിടെ ആനന്ദപ്രദം മാത്രമേ ഉള്ളൂ. ഹൃദയം എപ്പോഴും വിശാലമാണ്, അതിനകത്ത് യാതൊരു കളങ്കവും ഇല്ല. അങ്ങനെയുള്ള ഭക്തമക്കൾക്ക് മാത്രമേ ആത്മാവിൽ ലയിച്ച് ആനന്ദം നേടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് യാതൊന്നുകൊണ്ടാണ് അഭ്യുദയം പ്രാപിക്കപ്പെടുന്ന അത് യോഗം. കർമ്മം തന്നെ യോഗമായത്. കർമ്മയോഗം അപ്രകാരമുള്ള കർമ്മയോഗം കൊണ്ടുള്ള നിഷ്ഠ, 2 വിധമായ നിഷ്ഠ സർവജ്ഞനായിരിക്കുന്നു എന്നാൽ പറയപ്പെട്ടു. അപ്പോൾ ഭഗവാൻ നമുക്ക് തരുന്ന ഉപദേശം എത്രമാത്രം നല്ലതായത് അറിഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ന്യായമായതെല്ലാം ചെയ്യാം. ന്യായമുണ്ട് എല്ലാത്തിനും. വെറുതെ മോക്ഷത്തിന് വേണ്ടി ആരെങ്കിലും കച്ചവടം ചെയ്ത് ലാഭമൊന്നും ഇല്ലാതിരുന്നാൽ നമ്മുടെ ജീവിതം നമുക്ക് കുടുംബം നോക്കാൻ പറ്റുമോ? ഓരോരുത്തർക്കും ഓരോ തൊഴിലല്ലേ. അതുകൊണ്ട് എല്ലാം ന്യായമായതെല്ലാം ചെയ്യാം, അല്ലാതെ കബളിപ്പ് പാടില്ല. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന് വെടുപ്പല്ല. അതുകൊണ്ട് പറയുന്നതാണ്. അങ്ങനെ ഈശ്വരനെ അറിയേണ്ട പ്രാർത്ഥന എന്നുള്ളത് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അടുത്ത ജന്മം ഇതിനേക്കാളും കഷ്ടതയേറിയ ഒരു ജന്മമായി വരും എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പം വേറെ എന്തെങ്കിലും മൃഗങ്ങളായിട്ടോ ഒക്കെ ആയിരിക്കും പോണത്. ഇപ്പം ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്തായാലും വരത്തുള്ളൂ. ദുഷ്കർമ്മങ്ങളാണ് ചെയ്തത്. ഇതിപ്പോൾ ദുഷ്കർമ്മം പറഞ്ഞാൽ നമ്മൾ തെറ്റ് ഇപ്പം തോന്നുമോ ഇതൊരു വലിയ തെറ്റൊന്നും അല്ലല്ലോ എന്ന്. അതാണ് നമ്മൾ വിചാരിക്കേണ്ടത്. 1 രൂപ മോഷ്ടിച്ചാലും 100 രൂപ മോഷ്ടിച്ചാലും കള്ളൻ എന്നേ പറയത്തുള്ളൂ. അത്രയേ ഉള്ളൂ. നമുക്ക് 4ാമത്തെ ശ്ലോകം കൂടെ ചൊല്ലി നോക്കാം. ന കർമ്മണ അനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ ന ച സന്യസാനാ ദേവ സിദ്ധിം സമധി ഗച്ഛതി. പുരുഷൻ കർമ്മങ്ങളുടെ നിരനുഷ്ഠാനം കൊണ്ട്, അതായത് ചെയ്യായ്ക കൊണ്ട് ജ്ഞാനത്തെ പ്രാപിക്കുന്നില്ല. അപ്പോൾ നമ്മൾ നിരനുഷ്ഠാനം കൊണ്ട്
യഥാർത്ഥമല്ല. കർമ്മങ്ങൾ ചെയ്യുന്നതെല്ലാം നിരാനുഷ്ഠാനം കൊണ്ട് ചെയ്യായ്ക കൊണ്ട്, നന്മയല്ലാത്ത രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ജ്ഞാനത്തെ പ്രാപിക്കത്തില്ല. ചിത്തശുദ്ധി കൂടാതെ കർമ്മത്തെ നിശേഷം വിടുന്നത് കൊണ്ട് മോക്ഷത്തെ പ്രാപിക്കുന്നതുമില്ല. ഈ പറഞ്ഞത് തന്നെയാണത്. ഒന്നും കൂടെ എടുത്ത് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഞാനിത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ആ സത്യസന്ധമായി വേണം, അല്ലെങ്കിൽ എന്തൊരു ജ്ഞാനത്തെ അറിവുണ്ടാവുകയില്ല. ഈശ്വരൻ അറിവാകുന്നു. ആ അറിവ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ അനുഷ്ഠാനം നന്നായിരിക്കണം. എല്ലാ കർമ്മങ്ങളുടെയും നല്ല സത്യസന്ധമായി അനുഷ്ഠിക്കണം. ഇത് നിരാനുഷ്ഠാനചന്ത അത് ചെയ്യാത്തത് കൊണ്ട്, അങ്ങനെ അല്ലാത്തത് കൊണ്ട്, കാപട്യം ഉള്ളത് കൊണ്ട്, എന്ത് കർമ്മത്തിലും എന്താ പറയുക, കാപട്യം, കളങ്കം, കള്ളത്തരം അങ്ങനെ ഉള്ളവർക്ക് ജ്ഞാനത്തെ പ്രാപിക്കാൻ പറ്റുകയില്ല. എന്താ ജ്ഞാനം? നമ്മുടെ ഉള്ളിൽ ആ ജ്ഞാനം വർദ്ധിച്ച് വന്നെങ്കിലാണ് നമ്മുടെ ഉള്ളത്തിൽ പരമാത്മ ചൈതന്യം അറിയുന്നത്. അതാണ് ജ്ഞാനം. ആ അറിവ് നമുക്ക് കിട്ടണമെങ്കിൽ, ആ ജ്ഞാനത്തെ നമ്മൾ ഉൾക്കൊണ്ട് അത് രുചിച്ചറിയണമെങ്കിൽ, ആ ആനന്ദാനുഭൂതി അനുഭവിക്കണമെങ്കിൽ നമുക്ക് നല്ല അനുഷ്ഠാനം വേണം. എന്ത് കർമ്മം ചെയ്താലും അതിനെല്ലാം കൃത്യനിഷ്ഠയായ സത്യസന്ധത വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജ്ഞാനം പ്രാപിക്കാൻ പറ്റൂ. ചിത്തശുദ്ധി കൂടാതെ, അപ്പം അങ്ങനെ കാപട്യം ഉണ്ട് നമ്മുടെ ചിത്തത്തിന്, മനസ്സിന് ശുദ്ധിയില്ല. അങ്ങനെ ചിത്തശുദ്ധി കൂടാതെ കർമ്മത്തെ നിശേഷം വിടുന്നത് കൊണ്ട് ഒരു ചിത്തശുദ്ധിയില്ല. അവർക്ക് ജീവിച്ചാൽ മതി. എവിടെ ആരെ കൊന്നായാലും, ആരുടെ പിടിച്ചു പറിച്ചാലും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും എന്താ പറയുക, എവിടെ നിന്നെങ്കിലൊക്കെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കും. ഏത് കബളിപ്പിച്ച് എങ്ങനെയെങ്കിലും. ഇപ്പോൾ കച്ചവടം തന്നെ ചെയ്യണമെന്നില്ല, അല്ലാതെ തന്നെ പലരെയും പറ്റിക്കുന്നവരുണ്ട്, പല രീതിയിൽ പറ്റിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് വരും? ചിത്തശുദ്ധി ഇല്ല, മനസ്സ് കളങ്കമല്ലേ. ചിത്തശുദ്ധി കൂടാതെയാണ് ആ കർമ്മങ്ങൾ നിശേഷം വിടുന്നത് കൊണ്ട്. അതുകൊണ്ട് എന്ത് വരും? മോക്ഷത്തെ അവർ പ്രാപിക്കുന്നില്ല. എന്താ? ചിത്തശുദ്ധി ഇല്ല. കർമ്മങ്ങൾക്കെല്ലാം എന്താ? കാപട്യങ്ങൾ. എന്ത് കർമ്മങ്ങൾ ചെയ്താലും കാരണം നമുക്കിന്ന് കച്ചവടത്തിൽ തന്നെ എന്തെല്ലാം മനുഷ്യൻ ചത്താലും വേണ്ടില്ല, എന്ത് വിഷങ്ങളാ. മുളക് തന്നെ നമ്മൾ നോക്കുന്ന ഓരോ ഓരോ സ്ഥലക്കാർക്ക് ഓരോ രീതി. ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന് ആർക്കറിയാം. എന്തോ കളർ ചേർക്കാൻ ഇങ്ങനെ സ്പ്രേ അടിക്കുന്നത്, എന്തോ ദ്രാവകങ്ങൾ മനുഷ്യൻ്റെ വയറ്റിൽ ചെന്ന മനുഷ്യന് അസുഖം ഉണ്ടാക്കുന്ന രീതിയിലുള്ള. അപ്പോഴെന്താ ഇത്രയും ജനങ്ങൾക്ക് കഴിക്കേണ്ട ഈ വറ്റലമുളക് തമിഴ്നാട്ടിലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. നോക്കിയപ്പോൾ എന്താ ഇങ്ങനെ സ്പ്രേ അടിക്കുന്നത്, ഇതിൽ കൂടെ കാണാം ഈ യൂട്യൂബിൽ കൂടെ. അപ്പോഴാണ് അതൊക്കെ എന്ത് കാപട്യങ്ങളാ ഇതെല്ലാം മനുഷ്യന്. അത് നമ്മൾ മുളക് അങ്ങനെ കഴുകാൻ പറ്റുന്നതാണോ? കഴുകിയ പിന്നെ അതിനകത്തൊക്കെ മുറിഞ്ഞ മുളകിനകത്ത് വെള്ളം അങ്ങനെ നോക്കിയിട്ടുണ്ട് അങ്ങനെ. പക്ഷെ അന്നേരം പിന്നെ ഉണങ്ങാൻ വലിയ പാടാ, അകത്ത് വെള്ളം കയറിയാൽ അതങ്ങ് കുതിരും. അങ്ങനെയൊക്കെ നോക്കുമ്പം വളരെ വളരെ അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ കാണുന്നില്ല, ഈശ്വരൻ കാണും. നമ്മൾ തന്നെ ഇവിടെ കൃഷി പാവലും പടവലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ വിഷങ്ങൾ ഇങ്ങനെ അടിച്ചിട്ട് ആ പാവയ്ക്കിടന്ന് വെച്ചേക്കും എല്ലാം പുഴു കൊണ്ട് പോകുക. അത് സത്യമായ കാര്യമാണ്. കൃഷി ചെയ്താൽ അവർക്ക് നഷ്ടം തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യാം, ഒരു വിധമൊക്കെ മനുഷ്യന് പിന്നെ ഇങ്ങനെ വളരെ 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 അതിലൊക്കെ എല്ലാത്തിനും ഒരു കണക്കൊക്കെ വേണം. എനിക്കൊന്നും പറയാനറിയില്ല. ഇത് വേണമല്ലോ, ഇതിൻ്റെ വാസന എല്ലാവർക്കും വേണമല്ലോ. കാരണം എല്ലാവരും നല്ലതായി പോകാൻ ഇത് കച്ചവടക്കാരും ഇങ്ങനെ കൃഷിക്കാരും കുറേ അങ്ങനെ ദൈവം തന്നെ വച്ചോണ്ട്. ഇത് യഥാർത്ഥ ഭക്തനത് പാടില്ല. നമുക്ക് എല്ലാവരും ഒന്നുപോലെ ഭക്തന്മാരായി പോകത്തില്ല. ഇതൊരു ഭക്തന് വേണ്ട കാര്യമാണ് ഞാനീ പറയുന്നത്. മറ്റു നമ്മൾ നോക്കണ്ട. ഇപ്പം ഇപ്പം ഭക്തിപരമായിട്ട് എനിക്ക് ഈശ്വരനെ അറിഞ്ഞ് നന്നായി ഭഗവാനിൽ ചേർന്നുണ്ടെങ്കിൽ ഞാനിത് ചെയ്താൽ ശരിയാവൂ? എനിക്ക് ചിത്തശുദ്ധി ഉണ്ടാവൂ? ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും തെന്മാടിത്തരം കാണിച്ചു വെച്ചിട്ട്? ഞാനും ഇപ്പോൾ കൃഷി ചെയ്ത് ഇവിടെ സമ്പാദിച്ച് മക്കളെ വളർത്തണം. മറ്റേ വേണമെങ്കിൽ ഞാൻ പോയി കണ്ടത്തിലൊക്കെ കണ്ടമുണ്ട്, അവിടെ പോയി ഇങ്ങനെ പാവലൊക്കെ നട്ടിട്ട് കുറേ വിഷം അടിച്ചു വെച്ചാൽ ഞാൻ എങ്ങനെ സന്ധ്യാസമയങ്ങളിൽ വന്ന് ഈശ്വരനെ പ്രാർത്ഥിക്കും? പാവലിനകത്ത് വിഷം അടിച്ചിട്ട് ഭഗവാനെ കണ്ണാ നാരായണെന്ന് കർമ്മം ചെയ്യുമ്പോഴേ ഈശ്വരനെ വിളിക്കണമെന്നല്ലേ പറയുന്നത്. അപ്പോഴും നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഇതൊക്കെ ചെയ്യുമ്പം ആ ഭഗവാൻ എന്ത് ചെയ്യും? വേണമെങ്കിൽ ആ വിഷം കുടിച്ച് അറിയാതെ നമ്മുടെ ഉള്ളിലോട്ട് കുറച്ച് കോരി ഒഴിച്ചു തരും. നീ എന്നെ വിളിച്ചിട്ടാണോ ഇത് ചെയ്യുന്നതെന്നും പറഞ്ഞു. അപ്പം നമുക്ക് അതാ ഞാൻ പറയുന്നത്, ലക്ഷത്തിൽ 2 3 ഒന്നൊക്കെ കാണൂ യഥാർത്ഥമായ ഒരു ഭക്തൻ. ഇതൊക്കെ ഇങ്ങനെ അറ്റകുറ്റങ്ങൾ ചെയ്യാത്തൊരു ഭക്തനായിട്ട് വരണമെങ്കിൽ ചിത്തശുദ്ധി ഉണ്ടെങ്കിലല്ലേ ഭക്തനാവൂ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമ്മൾ എല്ലാവർക്കും അത് പറഞ്ഞിട്ടില്ല, പറഞ്ഞവർ ചെയ്യുക, അല്ലാത്തൊരു പോക ഈ ജന്മം ഇങ്ങനെ ചെയ്യുന്നവർ ചിന്തിക്കണം, ദൈവമേ അടുത്തൊരു ജന്മമെങ്കിലും എനിക്ക് ഈ കൃഷി ഉണ്ടാവരുതേ എന്ന് ചിന്തിച്ചിട്ട് നല്ല കർമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നിപ്പോൾ ഇങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ ഭഗവാനെ? കുറച്ച് തറയും നിലമൊക്കെ ഉണ്ട്, ഇതൊക്കെ ചെയ്യാതെ എങ്ങനെ എൻ്റെ വീട് കഴിഞ്ഞു കൂടും? അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറയണം, ഭഗവാനെ കൃഷ്ണ നാരായണ ഇത് ഇങ്ങനെ ചെയ്ത് പോകണമല്ലോ ഭഗവാനെ, അല്ലാതെ കൃഷിക്ക് യാതൊരു നിവൃത്തിയില്ല, നഷ്ടം. കാരണം എല്ലാം പുഴുകുത്തിപ്പോയ എങ്ങനെ കാശ് മുതലാക്കും? അവരെ കുറ്റം പറയാൻ പറ്റൂലല്ലോ. എന്നാ ചോദിക്കും, തിന്നുന്ന എനിക്കതിന് എന്ത് പറയണമെന്ന് അറിയാൻ വയ്യ. കാരണം കർമ്മം ദോഷം തന്നെയാണ്.
അങ്ങനെ ചെയ്യുന്നതല്ല. പക്ഷേ ഇത് യഥാർത്ഥ ആയിരത്തിലൊക്കെ ഒന്നോ രണ്ടോ ഉള്ള ഭക്തന്മാർക്ക് അത് പാടില്ല. അവർക്ക് മോക്ഷം വേണമെങ്കിൽ മറ്റുള്ളവർ അടുത്ത ഒത്തിരി ജന്മം ജനിച്ച് കുറച്ച് കുറച്ച് ആയി വരട്ടെ. അവർ 1-ാം ക്ലാസ്സുകാരാ 2-ാം ക്ലാസ്സിലെ പഠിക്കുന്നത് കണ്ടോട്ടെ. പിന്നെ പോകെ പോകെ അവർ നന്നായി വരും. ഒന്നുമില്ലെങ്കിൽ ഒരു പ്രായം കഴിയുമ്പോഴെങ്കിലും നന്നാവുമല്ലോ. ഇനി എനിക്ക് ഈ ദോഷം വയ്യ, ഇനി ഇതൊക്കെ വിട്ട് കളയാം എന്ന് പറഞ്ഞ് പിന്നെ നന്നാവാമല്ലോ. എന്നാലും മതി. കുട്ടിനാളിലൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് എല്ലാവർക്കും ജോലി ഉദ്യോഗം വേണം ഒക്കത്തില്ല. പല രീതിയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരുവിധം 10ഉം 50ഉം ഒക്കെ ആവുമ്പം ഈ കർമ്മങ്ങൾ ചെയ്യുമ്പം ഭഗവാനെ ഞാൻ ഇങ്ങനെ ദോഷമാണ് ചെയ്യുന്നത് ഈശ്വര, അല്ലാതെ ഒരു നിവൃത്തിയില്ല എന്നാ ചോദിക്കും. വേറെ ചില മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. പുഴു അടിക്കാതെ ഈ എന്താ പറയുക, അതിനൊക്കെ എനിക്കത് പറയാൻ അറിയത്തില്ല. വേറെ എന്തൊക്കെയോ വിഷങ്ങളല്ലാത്തതൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്താലും മതിയല്ലോ. എന്നാലും എന്തോ ആയിക്കോട്ടെ. ഞാൻ എന്താ പറയുക, ഇത് ഭഗവത്ഗീതയിൽ പറയുന്നത് ഒരു ഭക്തന് വേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഭക്തമക്കൾക്ക് ഇത് കേൾക്കുക. മറ്റുള്ളവരുടെ കാര്യം ഈശ്വരനോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവമേ ഒരു നിവൃത്തിയില്ല, ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്നു. പ്രായം കഴിഞ്ഞ് വരുമ്പോൾ എന്നെ ഇതെല്ലാം മാറ്റി നല്ലൊരു ചിത്തശുദ്ധിയായിട്ട് നല്ലൊരു ശുദ്ധമായ ഹൃദയം ഉണ്ടാക്കി തരണമേ, എനിക്ക് ഈ ജോലികളെല്ലാം കളഞ്ഞിട്ട് നല്ലൊരു പണി തരണമേ എന്ന് പ്രാർത്ഥിക്കണം. നല്ല മക്കൾ അങ്ങനെയൊക്കെയാണ്. എന്നാൽ നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ കർമ്മത്തെ നിശേഷം വിടുന്നത് കൊണ്ട്, ചിത്തശുദ്ധി കൂടാതെ കർമ്മത്തെ വിടുന്നത് കൊണ്ടാണ്. അപ്പോൾ ചിത്തശുദ്ധി വേണമെങ്കിൽ നമ്മൾ സത്യമായ കാര്യങ്ങളെ ചെയ്യാവൂ. അതുകൊണ്ട് മോക്ഷത്തെ അങ്ങനെ അല്ലാത്തവർ മോക്ഷത്തെ പ്രാപിക്കാൻ പറ്റത്തില്ല. നഹി കച്ചിൽ ക്ഷണമപി ജാതു തിഷ്ടത്യ കർമ്മകൃൽ കാര്യദേഹ്യ വശകർമ്മ സർവപ്രകൃതിജേർ ഗുണേ. 5-ാമത്തെ, അതായത് 3-ാം അധ്യായം 5-ാമത്തെ ശ്ലോകം. ഞാൻ പറയാനൊക്കെ മറന്നു പോണ്. എന്തായാലും ഇത് കേട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് 3-ാം അധ്യായം ഇപ്പം ചില 5-ാമത്തെ ശ്ലോകമാണ്. അതിൽ പറയുന്നത്, ഒരിക്കലും ഒരു നിമിഷം പോലും ഒരുവനും ജ്ഞാനിയാകട്ടെ അജ്ഞാനിയാകട്ടെ കർമ്മം ചെയ്യാതിരിക്കയില്ല. അങ്ങനെയാ. നമുക്ക് അജ്ഞാനിയായാലും അറിവുള്ളവരായാലും അറിവില്ലാത്തവർക്കും അറിവുള്ളവർക്കും എന്തെങ്കിലും ജോലി ചെയ്യാതെ ജീവിക്കാൻ ഒക്കത്തില്ല. എത്ര ഭക്തനായാലും അവർക്കും ഉണ്ട് ജോലി. വെറുതെ ഇരുന്ന അടുക്ക ആരും കൊണ്ട് കൊടുക്കുമല്ല. എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാതെ ജീവിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ഒരിക്കലും ഒരു നിമിഷം പോലും ഒരുവനും ജ്ഞാനിയാകട്ടെ അജ്ഞാനിയാകട്ടെ, അറിവില്ലായ്മ കൊണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെ വേണ്ടാത്തതൊക്കെ ചെയ്തു വെക്കുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ അവരെങ്ങനെ ചെയ്യുന്നതോ ഇവരിങ്ങനെ ചെയ്യുന്നതോ. പക്ഷേ എല്ലാവരും തുല്യക്കാരാ. അപ്പുറത്താർ ചെയ്യുന്ന കണ്ണാണല്ലോ ഇപ്പുറത്താർ ചെയ്യുന്നത്. അതിൽ നിന്ന് വിട്ടുമാറുന്ന ഭക്തന്മാർ മാത്രമേ ഒഴിഞ്ഞു മാറുക. എനിക്കത് ചെയ്തുകൂടാ, ഞാൻ ചെയ്ത് എൻ്റെ ഹൃദയത്തിന് അത് ദോഷമാണ്, എൻ്റെ ഹൃദയം ശരിയാവത്തില്ല, ഈശ്വരനെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്നാലും നമ്മൾ ചില ഭക്തന്മാരത് ഒഴിഞ്ഞു മാറി വേണ്ടാന്ന് വെച്ചളയും. അങ്ങനെയുള്ള പണികൾ ഇവിടെ ഒരിക്കലും ഒരു നിമിഷം പോലും ഒരുവനും ജ്ഞാനിയാകട്ടെ അജ്ഞാനിയാകട്ടെ, അത് ഒരുപാട് പേര് അറിവില്ലായ്മ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ, തിന്നാലും ഇത് നന്നായിട്ട് കഴുകിയൊക്കെ ശുദ്ധമാക്കിയൊക്കെ ചെയ്ത് കഴിക്കട്ടെ എന്ന് അത് അറിവില്ലായ്മ കൊണ്ട്. അപ്പോൾ അറിവില്ലാത്തവനും അറിവുള്ളവനും ചെയ്യും. അപ്പോൾ എന്താ, ജോലി എല്ലാവരും കർമ്മം ചെയ്തേ പറ്റൂ. അതുകൊണ്ട് അത് അറിവുള്ളവനായാലും അറിവില്ലാത്തവനായാലും കർമ്മം ചെയ്യാതിരിക്കയില്ല. എന്തുകൊണ്ടെന്നാൽ സ്വഭാവത്തിൽ നിന്നുണ്ടാകുന്ന രാഗദ്വേഷാദി ഗുണങ്ങളാൽ സകല ജനങ്ങളും അസ്വതന്ത്രന്മാരായിട്ട് കർമ്മം ചെയ്യിക്കപ്പെടുന്നു, കർമ്മത്തിൽ പ്രവർത്തിക്കപ്പെടുന്നു. അപ്പോൾ എന്താ, രാഗദ്വേഷാദി ഗുണങ്ങൾ കൊണ്ട് നമുക്കിന്ന് ഈ ചിത്തശുദ്ധി ഇല്ലല്ലോ. കാമക്രോധങ്ങളെല്ലാം ഈ ലോക ചിന്തകളെല്ലാം ഒഴുകിയിരിക്കുകയാണ്. അങ്ങനെയുള്ളവർ കർമ്മങ്ങൾ ചെയ്താൽ സകല ജനങ്ങളും അസ്വതന്ത്രന്മാരാണ്. കാരണം ഒന്നും അറിഞ്ഞല്ല, അജ്ഞാനികൾ എന്തൊക്കെയാണ് ചെയ്തു വെക്കുന്നത്. അവർ രാഗദ്വേഷാദി ഗുണങ്ങൾ കൊണ്ടാണ് ചെയ്യുന്നത്. അത് പ്രത്യേകം ഒരു വിഭാഗക്കാർ ഒരിക്കലും അവരുടെ ഉള്ളിൽ നിന്ന് അത് പോകത്തില്ല. അവർ ചെയ്യുന്നതെല്ലാം ഇങ്ങനെ ചെയ്യൂ. അവർക്ക് എന്താ ആഗ്രഹങ്ങൾ ഇങ്ങനെ കിടക്കുക, അവരുടെ സ്വഭാവത്തിൽ ഇതെല്ലാം അടിഞ്ഞുകൂടി കിടക്കുക. അവർ ചെയ്യുന്നതെല്ലാം അവർക്ക് നന്മയായിട്ടേ അവർക്ക് തോന്നുള്ളൂ. അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അല്ലാതെ ഇത് ദോഷമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവരൊരിക്കലും പഠിക്കത്തില്ല. അവർക്ക് ലാഭം വേണം. ആരോ എന്തോ ആയിക്കോട്ടെ, എങ്ങനെയോ ആയിക്കോട്ടെ, എന്നാലും അവർക്ക് ഈ ലോക ജീവിതത്തിൽ നേടി മുമ്പോട്ട് പോകണം. എത്രയും നന്നായി ജീവിക്കാൻ വേണ്ടി എന്ത് കോപ്രായങ്ങളും കാണിച്ചേ അവർ ജീവിക്കും. അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർ അജ്ഞാനികൾ. അതുകൊണ്ട് എന്തുകൊണ്ടെന്ന് സ്വഭാവത്തിൽ നിന്നുണ്ടാകുന്ന നമ്മുടെ സ്വഭാവം അങ്ങനെ നമ്മുടെ സ്വഭാവ വാസനകളാണ്. കഴിഞ്ഞ ജന്മം നമ്മൾ സുഹൃതം ചെയ്ത വാസനയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ജന്മം ആ പ്രവൃത്തി ചെയ്യത്തില്ല. എന്താ, കഴിഞ്ഞ ജന്മം ചെയ്ത സുഹൃതമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇവിടെ തെറ്റ് ചെയ്യത്തില്ല. അതിൽ കൂടി ഒന്നും കൂടെ നന്നായി സുഹൃതം ചെയ്യും. അപ്പോൾ ഒരിക്കലും ഒരു ഭക്തനായിട്ട്, കാരണം കഴിഞ്ഞ ജന്മം നല്ല സാത്വികനായ ഒരു നല്ല നന്മ ചെയ്തൊരു മനുഷ്യനാണ് അടുത്ത ജന്മം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വാസന അങ്ങനെ കിടക്കും. തെറ്റ് ചെയ്യാൻ അവർക്ക് ഉള്ളിൽ യാതൊരു കാരണവശാലും ചെയ്യത്തില്ല. അവരുടെ മനസ്സ് അത്ര ശുദ്ധമാണ്.
അത് ആ കഴിഞ്ഞ ജന്മം ചെയ്ത ശുദ്ധത കൊണ്ട് ഒന്നുകൂടെ ഇരട്ടി വിത്ത് ഗുണം 10 എന്ന് പറഞ്ഞ പോലെ 10 ഗുണത്തോടുകൂടിയായിരിക്കും പിന്നൊരു ജന്മം അവർ വരുന്നത്. കാരണം ഈശ്വരനും കൂടെ അവർ അനുകൂലിച്ചാണ് വരുന്നത്. അവർക്ക് ഒരിക്കലും തെറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഒരിക്കലും ഇപ്പം ഈ പറഞ്ഞതുപോലെ പാലിൽ കുറേ വെള്ളം ചേർക്കാനോ അല്ലെങ്കിൽ മായം ചേർക്കാനോ ആട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് കുറേ വേണ്ടാത്ത എണ്ണകൾ ചേർക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ വിഷങ്ങളടിച്ച് കൃഷി ചെയ്യാനോ ഇതൊന്നും ഒരു ഭക്തന് പറ്റത്തില്ല. കാരണം ഹൃദയത്തിന് വേദന വരും. എല്ലാവരും അയാളെ പോലാണെന്ന് കാണും. അയാൾ അത് കഴിക്കുമെങ്കിൽ പോട്ടെ, അയാളുടെ മനസ്സിനകത്ത് വൃത്തിയും ശുദ്ധിയും ഒക്കെ വേണമെന്ന് ചിത്തശുദ്ധിയുള്ളവരാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം എന്തായി തീരുന്നു അത് എല്ലാവരിലും അദ്ദേഹം അങ്ങനെ കാണുന്നത്. എല്ലാവരും ഭഗവാന്റെ സന്തതികളാണെന്നും ഞാൻ തന്നെയാണ് സർവ്വത്രം ചിന്തിക്കുന്നൊരു മനുഷ്യൻ ചെയ്യൂ. അയാൾക്ക് അങ്ങനെ അറിയാമെങ്കിൽ അറിവുള്ള ആൾ ചെയ്യൂ, വേറെ ആൾക്ക് ദോഷം ചെയ്യൂ. എത്ര ലാഭമാണെന്ന് ചിന്തിക്കൂ. ഒരിക്കലും അങ്ങോട്ട് കൊടുക്കാനേ താല്പര്യം ഉണ്ടാവും. കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ ആരെയും സഹായിക്കാൻ നോക്കും, ഉപദ്രവിക്കാൻ നോക്കത്തില്ല. ഈ ഉപദ്രവം എന്ന് പറയുന്നത് ഈ വിഷമൊക്കെ അടിച്ചും മായം ചേർക്കുന്നതെല്ലാം ഉപദ്രവങ്ങളാണ്. ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞ കാശും മേടിച്ചിട്ട് ജനങ്ങളെ കൊല്ലുന്ന രോഗങ്ങൾ ഉണ്ടാക്കുന്ന വിഷങ്ങളാണ് അല്ലെങ്കിൽ കൃത്രിമങ്ങളാണ് കൊടുക്കുന്നത് മൊത്തം. അപ്പോൾ ഒരു ഭക്തൻ, സുഹൃതമായിട്ടൊരു ഭക്തൻ വീണ്ടും ഒരു ജനനം ആ വാസന കൊണ്ട് വന്നാൽ നന്മയെ ചെയ്യത്തുള്ളൂ. അതേപോലെ അല്ല കഴിഞ്ഞ ജന്മം തിന്മ ചെയ്ത് ഇതുപോലെ ആരെയും പറ്റിച്ച് ജീവിച്ച് വാസന വന്ന ആ കർമ്മവാസനയും കൊണ്ടാണ് പിന്നെ അടുത്ത ജന്മം വന്നാൽ ഒത്തിരിയും കൂടെ ദോഷങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. അതുകൊണ്ട് സ്വഭാവത്തിൽ അതാണ് സ്വഭാവം അവരവർക്കുള്ള ഒരു സ്വഭാവമുണ്ട്. അത് ജന്മവാസനയാണ്. കഴിഞ്ഞ ജന്മത്തെ വാസനയാണ് അങ്ങനെ വരുന്നത്. ആ നല്ല പ്രവൃത്തി ചെയ്ത വാസനയാണെങ്കിൽ നന്മ കൊണ്ടിരിക്കും. ആ കഴിഞ്ഞ ജന്മത്തിൽ തിന്മയാണ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ വാസനയാണ് പിന്നെ എടുത്തു വരുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് സ്വഭാവം ഉണ്ടാകുന്നത്. ആരും ഉണ്ടാക്കി കൊടുക്കുന്നതല്ല, അവരവരുടെ കർമ്മഫലമാണ്. അത് ആ സ്വഭാവത്തിൽ നിന്നുണ്ടാകുന്ന രാഗദ്വേഷാദി ഗുണങ്ങളാൽ സകല ജനങ്ങളും അസ്വതന്ത്രന്മാരായിട്ട് കർമ്മം ചെയ്യിക്കപ്പെടുന്നു, കർമ്മത്തിൽ പ്രവർത്തിക്കപ്പെടുന്നു. നമ്മളെല്ലാം അങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത്. നമ്മളിത് മനസ്സിലാക്കണം. ഒരു ഭക്തൻ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് മനസ്സിലാക്കണം, അത് കഴിഞ്ഞ ജന്മത്തെ വാസനയാണ്, അല്ലാതെ എങ്ങൊന്നും കിട്ടുന്നതല്ല. അവർ അങ്ങനെ കിട്ടാൻ വേണ്ടി നല്ലൊരു അമ്മയുടെ അച്ഛൻ്റെയും അവരുടെ യോനിയിൽ അവരുടെ കുടുംബത്ത് വന്ന് ഉത്ഭവിക്കും, ജനിക്കും. കാരണം അങ്ങനെ ആകാനും കൂടെ ഒരു വാസന അങ്ങനെയുള്ള രക്ഷകർത്താക്കൾക്ക് കൊടുക്കും. ഈശ്വരൻ തന്നെ അറിയാം. ഈ തിരഞ്ഞെടുത്ത് തന്നെ ഈ വരുന്ന ആത്മാവ് തന്നെ ജനിക്കാൻ അങ്ങനെ കുടുംബം അവർ തന്നെ തിരഞ്ഞെടുത്തോളൂ എന്നാണ് പറയുന്നത്. എനിക്ക് ഓരോരുത്തരെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഇന്ന കുടുംബത്തിൽ ചെന്നാൽ കൊള്ളാം, അവിടെ ഭക്തന്മാരാണ് എന്ന് കണ്ടിട്ട് അവരുടെ ഉള്ളിൽ വരും. അല്ല വാസന തെറ്റാണ്, അത് തിന്മയാണെങ്കിൽ അങ്ങനെയുള്ള ദുഷിച്ച കർമ്മങ്ങളുള്ള കുടുംബത്ത് ജനിക്കും. എന്തിനാ? ഒത്തിരികൂടെ തിന്മ പ്രവർത്തിക്കാൻ. വാസന കിടക്കുന്നതുകൊണ്ടാണ് സ്വഭാവം. ഇതിനാണ് തൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. പിന്നെ ചിലർ ആ സ്വഭാവത്തിൽ വന്നാലും നന്നാവണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്തിനെ മാറ്റിമറിക്കാമെന്നുണ്ട്. നമ്മൾ തന്നെയാണല്ലോ സ്വഭാവം ഉണ്ടാക്കി വെച്ചത്, നമുക്ക് തന്നെ തിരുത്തുകയും ചെയ്യാം. അതിന് നല്ല ഭക്തന്മാരുടെ കൂടി ചേർന്നിട്ട് സത്സംഗത്തിൽ കൂടെ നല്ല പ്രവൃത്തി കൂടെ ഒക്കെ ഇതിനെ മാറ്റിമറിക്കാൻ കഴിവുള്ളവർ വേണമെന്ന് വെച്ചാൽ നടക്കും. എന്തും നമുക്ക് തന്നെ എല്ലാം നമ്മൾ തന്നെയാണ് നമ്മൾ വിധാതാവും, നമ്മുടെ പ്രവൃത്തിയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതിനെ തിരുത്തിയെടുക്കാനും നമുക്ക് കഴിവുണ്ട്. വേണമെന്ന് വെച്ചാൽ അത് ചെയ്യത്തില്ല. ചെയ്യാണ്ട് തിന്മ പ്രവർത്തിക്കാനും ഒത്തിരി കൂട്ടി കൊണ്ടുപോകും. ആരെ നശിപ്പിച്ചെങ്കിലും ഇവർക്ക് ജീവിക്കണം എന്നുള്ള ചിന്തയുള്ളവരാണ്. അതുകൊണ്ട് എന്തും നമ്മൾ വിചാരിച്ചാൽ മതി. ഈ ജന്മം നമ്മൾ നന്മയ്ക്കല്ല വന്നെങ്കിൽ നമുക്ക് നന്മ ആവർത്തിച്ച് നമ്മൾ നന്നാക്കി ഈശ്വരനെ ഭജിച്ച് എനിക്ക് എൻ്റെ കർമ്മം കൊള്ളത്തില്ല ഭഗവാനെ, എനിക്കും നന്മ പ്രവർത്തിച്ച് നല്ലൊരു ജന്മമായി വരണമെന്ന് നമ്മൾ കണ്ടാൽ എന്തുവരും? ആ പ്രവൃത്തി നന്നായി പോവുകയും ചെയ്യും. പിന്നൊരു ജന്മം വരുമ്പോൾ നമ്മൾ സുഹൃതമായിട്ട് ജനിക്കുകയും ചെയ്യും. നമ്മളങ്ങനെ വാസന എടുത്തു വരണം. ഈ പന്ന സ്വഭാവത്തിൽ നിന്ന്, ദുഷിച്ച കർമ്മത്തിൽ നിന്നെല്ലാം ദൈവമേ എല്ലാവരും നല്ലതായിട്ട് പോകണത്, എനിക്ക് മാത്രം ഇങ്ങനെ ആയത് എന്താ, എനിക്ക് നന്നായി ജീവിക്കണം എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവക്കാരനായിട്ട് ഭാഗവതമൊക്കെ അങ്ങോട്ട് എടുത്ത് വായിച്ച് പഠിച്ച് ഭക്തജനങ്ങളെടുക്കാൻ പോയിരുന്ന് കേട്ടും ആ തിന്മ എല്ലാം ഉള്ളിൽ നിന്ന് പോക്കി നന്മ പ്രവർത്തിച്ച് വന്നാൽ ഈ ജന്മം കൊണ്ട് തന്നെ പരീക്ഷിത് മഹാരാജാവ് എങ്ങനെ മോക്ഷം അതുപോലെ ആവാം നമ്മൾ വിചാരിച്ചാൽ. പക്ഷെ വിചാരിക്കണം, എന്നാലേ പറ്റൂ. അങ്ങനെ അഥവാ ഈ ജന്മം അങ്ങനെ കിട്ടിയില്ലെങ്കിലോ അതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത നല്ല സുഹൃതമായൊരു നല്ലൊരു ബ്രഹ്മജ്ഞാനായിട്ട് ഉള്ള ഒരു കുടുംബത്തിൽ തന്നെ ജനിക്കുകയും ചെയ്യാം. അത് നമ്മൾ തന്നെ അതിനെല്ലാം കാരണക്കാരല്ല, വേറെ ആരുമല്ല. എല്ലാം നമ്മൾ വിചാരിച്ചാലേ നമ്മുടെ കർമ്മമാണ്. നമ്മൾ എന്താണ് നന്മ ചെയ്താൽ നന്മ തന്നെ കിട്ടും. അതായത് നമ്മൾ കൊടുത്തത് തന്നെ കിട്ടുമെന്ന് പറഞ്ഞാൽ കേട്ടില്ലേ? അതാണ്
എല്ലാവർക്കും മനസ്സിലായോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് ഇതൊക്കെ എന്ത് അറിയാൻ നല്ലതല്ലേ ഇതൊക്കെ പഠിക്കുന്നത്. അപ്പോൾ സകല ജനങ്ങളും അസ്വതന്ത്രന്മാരായിട്ട് കർമ്മങ്ങൾ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കർമ്മത്തിൽ പ്രവർത്തിക്കപ്പെടുന്നു. എന്നാൽ ഈ അജ്ഞാനിയായാലും ജ്ഞാനിയായാലും കർമ്മം ചെയ്തെങ്കിലേ പറ്റൂ. നമ്മൾ തിരഞ്ഞെടുക്കണം നമ്മൾ എന്ത് കർമ്മം ചെയ്യണമെന്ന്. അറിവുള്ളവർക്കും അറിവില്ലാത്തവർക്കും കർമ്മം ചെയ്തേ പറ്റൂ. നല്ല കർമ്മങ്ങൾ ചെയ്യണമെന്ന് ഒരറിവില്ലാത്തവനായാലും നല്ല കർമ്മങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് തന്നെ തോന്നിയാൽ നമുക്ക് നന്മ ചെയ്യാമല്ലോ. കർമ്മം ചെയ്തേ പറ്റൂ. പക്ഷെ അത് നമ്മൾ തന്നെ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ ഗുരുമുഖത്തു നിന്നൊക്കെ പഠിക്കണം. ഇതൊക്കെ പഠിച്ച് വന്നാലേ, അതല്ല ഇതൊന്നും കേട്ട് പഠിക്കാതെയും മനസ്സിലാക്കാതെയും ഇതൊന്നും ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് പഠിക്കാതിരുന്നാൽ ഒരിക്കലും മേലോട്ട് പോകാൻ പറ്റില്ല. കാരണം അവർക്ക് അറിഞ്ഞുകൂടാ, അറിവ് കിട്ടുന്നില്ല. സജ്ജനങ്ങളുമായിട്ട് സംസർഗം വന്നെങ്കിലല്ലേ ഇതൊക്കെ മനസ്സിലാവാൻ പറ്റൂ. അവർ മിക്കവാറും ഇങ്ങനെയുള്ളത് കേൾക്കാൻ പോലും ശ്രമിക്കത്തില്ല. അവർക്ക് ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയും. എന്താ, അവർക്ക് നന്നാവാൻ യോഗമില്ല. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കർത്താവായ യേശുദമ്പുരാൻ പറഞ്ഞ പോലെ ചെവിയുള്ളവൻ കേൾക്കും, കണ്ണുള്ളവൻ ഇതൊക്കെ കാണും. അത്രയേ ഉള്ളൂ. അത് ഈശ്വരനും കൂടെ വിചാരിച്ചിട്ടാണ് കേൾക്കാൻ പോയതായി പോകുന്നത്. അവർക്ക് അങ്ങനെ വാസന കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വിഷമിച്ചിട്ട് കാര്യമില്ല. നന്നാവാനുള്ളവർ നന്നാവും. അവരിത് മനസ്സിലാക്കും. എനിക്കും നന്നാവണം, എനിക്കും നന്മ വേണം, എനിക്ക് ഒരു എറുമ്പിനെ പോലും ദ്രോഹിച്ചുകൂടാ, ഒരു ജീവജാലങ്ങളെയും കൊന്ന് തിന്നൂടാ, എന്തെല്ലാം നമ്മൾ പഠിക്കാനുണ്ട്. ഇന്ന് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥിക്കുന്നേ? കുടുംബത്തിൽ നന്മ വേണം, മക്കൾക്ക് ജോലിയാവണം, മക്കൾക്ക് വിവാഹപ്രായമാകുമ്പോൾ കെട്ടണം. പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ട ത്യജിക്കാൻ വയ്യ. ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അത് വേണം ഇത് വേണം. പക്ഷെ അവരുടെ യഥാർത്ഥമായി അവർ എത്രമാത്രം സ്നേഹിച്ച് വെച്ചേക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊരു ത്യജിക്കത്തില്ല. അതായത് മൃഗങ്ങളെ കൊന്നുകൊണ്ടുവന്ന് കറി വെച്ച് കഴിക്കുമ്പോൾ ഈശ്വരൻ നിന്നെയാന്ന് അറിയുന്നില്ല. അതവർക്ക് ത്യജിച്ച് കളഞ്ഞിട്ട് ഈശ്വരനെ പ്രാർത്ഥിക്കാൻ വയ്യ. ഇത് ചെയ്തും കൊണ്ട് ഈശ്വരൻ്റെ മക്കളായ സന്തതികളാണ് ഈ പക്ഷിമൃഗാദികളൊക്കെ. അവരെ ആര് വധിച്ചാലും തിന്നുന്നവർക്കല്ലേ പാപം. അപ്പം അതിനെ കൊണ്ടുവന്ന് കഴിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ? സഹോദരനെ ഭക്ഷിച്ച് കിടക്കുക ഉള്ളിൽ. നമ്മുടെ സഹോദരങ്ങളായി മൃഗങ്ങളൊക്കെ, അവരെ നമ്മൾ ഉള്ളിൽ വിശപ്പിന് വേറെ എന്തെല്ലാം ഉണ്ട്, സസ്യങ്ങളില്ലേ. അപ്പോൾ അതിനെ നമ്മൾ കഴിച്ചിട്ട് ആ ജീവജാലത്തിനെ ഉള്ളിലിട്ട് ആരാ ജീവൻ? സഹോദരൻ. നമ്മുടെ ഈ ലോകത്തുള്ള സർവ്വതും നമ്മുടെ സഹോദരന്മാരാണ്. അവരെ നമ്മൾ കൊന്ന് വയറ്റിൽ ഇട്ടുകൊണ്ട് നമ്മൾ പിതാവിനോട് പ്രാർത്ഥിക്കുക. എത്ര ശരിയാവും? ഈശ്വരൻ കേൾക്കൂ? ഇത് യഥാർത്ഥത്തിൽ അജ്ഞാനികൾ അറിയുന്നില്ല, ജ്ഞാനികൾ അറിയുന്നു. കർമ്മം എല്ലാവരും ചെയ്യും. നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന അറിവുള്ളവർ നല്ല കർമ്മങ്ങൾ ചെയ്യും. ഇതിനെ കഴിക്കത്തില്ല. അറിവുള്ളവർ കൊന്നു തിന്നാൻ പോകത്തില്ല. അജ്ഞാനികൾ എന്തുവരും? കൊന്നു തിന്നും. ജ്ഞാനികൾ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, നല്ല കാര്യങ്ങൾ. എന്നാലും കർമ്മം ചെയ്യും. എല്ലാ കർമ്മവും ചെയ്തേ പറ്റൂ. അവർ നല്ല സസ്യങ്ങൾ പ്രയത്നിച്ച് കൃഷി ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജ്ഞാനികൾ ഇതൊക്കെ കാരണം അവർക്ക് ഈ വേദന അനുഭവിക്കുക. നമുക്ക് ജീവനുള്ള ജീവനുണ്ട്. പക്ഷെ നമ്മൾ ആ മുടി കണ്ടിച്ചാൽ മുടിക്ക് നോവത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഈ തലച്ചോറൊന്നും ഇല്ലാത്തതാണല്ലോ ഈ സസ്യങ്ങൾ. അതുകൊണ്ട് അവർക്ക് വേദനിക്കത്തില്ല. പിന്നെ പറയുക അവരുടെ വിത്താണെങ്കിലോ, ഇപ്പോൾ വാഴയുടെ വിത്താണെങ്കിലോ ഭൂമിയില്ല, അത് നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ. ആ വിത്ത് വേണമെങ്കിൽ എടുത്ത് കിളച്ച് വേറെ വിത്ത് നടുകയും ചെയ്യാം. പക്ഷേ അതിൻ്റെ തലപ്പിൽ വിരിക്കുന്ന അത് അതിൻ്റെ അനുഭവം, അതിൻ്റെ ഫലമാണ്. അത് മുറിച്ച് കളഞ്ഞാൽ അതിന് നോവത്തില്ല. വിത്താണ് ഭൂമിക്കടി, അതിനെ നമ്മൾ മുറിച്ച് ഇല്ലതാക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഓരോന്നിനും മനസ്സിലാക്കിയിട്ട് ജ്ഞാനികൾ എന്ത് ചെയ്യും? ജ്ഞാനമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യും, സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യും. അവരും പ്രവൃത്തി ചെയ്യും. അവർക്ക് വേണ്ടുന്ന പ്രവൃത്തി അവർ ചെയ്യും. പിന്നെ അല്ലാത്ത അജ്ഞാനികൾ എന്ത് ചെയ്യും? അവർക്ക് വേണ്ട പ്രവൃത്തി ചെയ്യും. എന്താ സ്വഭാവം? അജ്ഞാനിയുടെ സ്വഭാവം എന്താണ്? അറിവില്ലായ്മ. ഏത് ജന്തുക്കളെയും ഉപദ്രവിക്കാനും അതിനെ കഴിക്കാനും അതുപോലെ എന്ത് കാര്യവും കാപട്യങ്ങളും ഒക്കെ കാണിച്ച് എന്തും പ്രവർത്തിച്ച് ആരെന്തെങ്കിലും പിടിച്ചു പറിച്ചാലും അല്ലെങ്കിൽ എനിക്ക് പറയാൻ അറിയത്തില്ല, അങ്ങനെയുള്ള ഓരോ പ്രവൃത്തിയിലും നന്മ ഇല്ലാതെ ചെയ്യും. അതാണ് സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ ചെയ്യും. എന്നാലും കർമ്മം അവരും ചെയ്യും, ജ്ഞാനികളും ചെയ്യും. അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. നല്ല ജ്ഞാനികൾ എന്ത് ചെയ്യും? അവരും കർമ്മം ചെയ്യുന്നു, അജ്ഞാനികളും കർമ്മം ചെയ്യാൻ ജീവിക്കാനൊക്കത്തില്ല. നമുക്ക് ആഹാരം കഴിച്ചേ പറ്റൂ. അതുപോലെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് എന്താ അവിടെ മനസ്സിലാക്കേണ്ടത്? ഒരു ഭക്തൻ മനസ്സിലാക്കേണ്ടത് എന്താ? ഒരു ഭക്തന് ചേരേണ്ടതേ ചെയ്യാവൂ. ഒരു ഭക്തൻ്റെ പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ അതേ ചെയ്യാവൂ. അജ്ഞാനികൾ ചെയ്യുമ്പോൾ അവർ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നു. അവർ അതിൻ്റെ ഫലം അടുത്ത ജന്മങ്ങൾ വാസന അതിൻ്റെ ഇരട്ടി വന്ന്
അതിൻ്റെ പ്രവൃത്തിക്കുള്ള ഫലം അവരനുഭവിക്കുന്നു. പക്ഷെ അവരറിയുന്നില്ല അപ്പോഴും. ഞാൻ കഴിഞ്ഞ ജന്മം ചെയ്തതിൻ്റെ പ്രവൃത്തി, ആ വാസനയാണ് ഞാൻ ഇന്ന് ഇത്രയും വിഷമങ്ങളും വേദനകളും ദുഷ്കർമ്മങ്ങളായിട്ട് കഴിഞ്ഞ് കൂടുന്നതെന്ന് ചിന്തിക്കാനുള്ള കഴിവും അവർക്കില്ല. അവർ വീണ്ടും 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 മഴത്തുള്ളി വന്ന് ഒരു എന്താ പറയുക, ഒരു കുമിള വന്ന് പൊട്ടുന്നത് പോലെ അത് പോകും. പിന്നെയും അടുത്ത കുമിള വരും. അതിൽ അവർ കുറേ ജന്മങ്ങൾ ഇങ്ങനെ ജനിച്ച് മരിച്ച് ഇങ്ങനെ കിടക്കും. നരകത്തിൽ നിന്ന് ഒരിക്കലും കരകയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു ഭക്തനല്ലാത്തവർക്കും മനസ്സിലാക്കണം. വേണമെന്നുണ്ടെങ്കിൽ മതി, അല്ലാതെ ഞാൻ നിർബന്ധിക്കുന്നില്ല. കാരണം നിർബന്ധിച്ചിട്ടൊന്നും കാര്യമില്ല. അവരവർക്കൂടെ തോന്നണ്ടേ നമുക്ക് എന്ത് വേണമെന്ന്. ഇതിപ്പോൾ കേൾക്കത്തോലും ഇല്ലല്ലോ. ഇതിപ്പോൾ നോക്കി ഇത് മനസ്സിലാക്കുന്ന ഭക്തന്മാർ മാത്രമേ ഇവിടെ ഇത് കേൾക്കത്തുള്ളൂ. അല്ലാത്തവർ കേൾക്കാൻ തോന്നത്തില്ലല്ലോ. അവരിത് കണ്ടുകയും കേൾക്കുകയും ചെയ്തെങ്കിൽ അവർ നന്നായനല്ലോ. അത് നന്നാവാൻ യോഗമില്ലായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാം. ചെവിയുള്ളവൻ കേൾക്കും, ചെവിയില്ലാത്തവൻ കേൾക്കത്തില്ല. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.